ഹലോ, എല്ലാവർക്കും ആലീസിന്റെ അടുക്കളയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് പറ്റിയ ഒരു ഒന്നാം തരം വെജിറ്റബിൾ കറി ആയാലോ. അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു സൂക്ക സബ്ജി വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കറിക്ക് ആവശ്യമായിട്ട് ഞാൻ ഇത്രയും കോളിഫ്ലവർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ കനം കുറച്ചൊക്കെ ആയിട്ട് അരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കുറച്ച് നീളത്തിൽ ഇത്രയും ക്യാരറ്റ്, അതിലോട്ട് ഞാൻ 2 തണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ 2 വലിയ തക്കാളി, പഴുത്ത തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നീളത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക് ഇത്രയും കീറി അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ നമുക്ക് സവാള, ഈ കറിക്ക് ആവശ്യത്തിന് 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നു. ഇത് നമ്മൾ തന്നെ ഫ്രോസൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണ്. പുഴുങ്ങി ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്തിരുന്നതാണ്. ഇനി നമുക്ക് കറി വെക്കാൻ ആരംഭിച്ചാലോ. തുടങ്ങാം. ഗ്യാസ് കത്തിച്ചു. ഇങ്ങനെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിപ്പം കടുകെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എനിക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചപ്പാത്തിക്കുള്ള വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കൂടുതലായിട്ട് ടേസ്റ്റാണ് കടുകെണ്ണയിൽ ഉണ്ടാക്കിയത്. ഈ കടുകെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മണവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ, അതും ഇതുമെല്ലാം ആ ടേസ്റ്റ് എല്ലാം മാറി നല്ലൊരു ടേസ്റ്റ് വരും കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഓയിലാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. സൺഫ്ലവർ ഇഷ്ടമുള്ളവർക്ക് അത്, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കോക്കനട്ട് ഓയിൽ ഇഷ്ടമുള്ളവർക്ക് അത്, ഏതാണോ ഇഷ്ടം, ഒലിവ് ഓയിലോ എന്താണോ ഇഷ്ടം അത്. എണ്ണ നന്നായി ചൂടായി. ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഇത്രയും ജീരകം, ചെറിയ ജീരകം, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നു. പിന്നെ കോളിഫ്ലവർ അതും ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ ഇടുന്ന നന്നായിട്ട് ഇതിലോട്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിരുന്ന 2 തണ്ട് കറിവേപ്പില, അത് വലിയ കറിവേപ്പില ആയതുകൊണ്ട് നമ്മളത് മുറിച്ചിട്ട് കൊടുക്കുന്നു. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഓയിലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് ഫ്രൈ ആയി വരണം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നു. ഇത് പിങ്ക് സോൾട്ട് ആണ് കേട്ടോ, അതുകൊണ്ടാണ് ഈ കളർ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് ചെറിയ ഒരു ഫ്രൈ പോലെ ആവട്ടെ. അപ്പോഴാണ് നല്ല ഒരു ടേസ്റ്റ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീൻ പീസ് ഇടുന്നുണ്ട്. അത് പക്ഷേങ്കിൽ ഫ്രോസൺ ചെയ്ത് വെച്ചിരുന്നതാണ്, ഹാഫ് കുക്ക് ആയതാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൽ മുളക് പൊടിയൊക്കെ വളരെ കുറച്ചേ ഞാൻ ചേർക്കുള്ളൂ. കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കൊക്കെ ഈ ഒരു കറി വളരെ ടേസ്റ്റി. നമ്മൾ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ സൂക്ക സബ്ജി അതാണിത്. ഇതിലോട്ട് ബേ ലീഫ് ഇല്ല, ഞാൻ അതിന് പകരം സർവ്വസുഗന്ധിയുടെ ഇലയാണ് യൂസ് ചെയ്യുന്നത്. അത് ഉണങ്ങി വെച്ചിരിക്കുന്നതാണ്. അത് 2 എണ്ണം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുന്നു കേട്ടോ. അതൊരു നല്ല ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കൊടുക്കും. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നു.
ഞാനൊരു 3 മീഡിയം ടൈപ്പിൽ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പെട്ടെന്ന് വേകുന്നതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാഞ്ഞത്. ഇനി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഇവിടെ കിടന്ന് ഫ്രൈ ആകട്ടെ. ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഫ്രോസൺ ഗ്രീൻ പീസ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കുവാണേ. അത് ചേർത്ത് കൊടുത്തു. ഒരു 1/4 ഭാഗം കുക്കായി ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾ എല്ലാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും എരിവുള്ള മുളകും കൂടി പൊടിച്ചതാണ്, അതിട്ട് കൊടുക്കുന്നു. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഇല്ല, ഇത്രേ കുരുമുളക് പൊടി. പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടിയാണ്. ഗരം മസാല അതും വളരെ കുറച്ച് 1/4 ടീസ്പൂൺ. അടുത്തതായിട്ട് ഒരു ശകലം കായം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഞാനേ എടുത്തു വെച്ചിരുന്ന തക്കാളി ഇവിടെ ഇരിക്കുക കേട്ടോ, ഇട്ട് കൊടുത്തിട്ടില്ല. അത് ലാസ്റ്റ് കാരണം നമ്മൾ ആദ്യം തന്നെ തക്കാളി ഇട്ട് കൊടുത്താൽ നമ്മൾ ഇടുന്ന ഈ പൊടികളൊന്നും ശരിക്കും മൂത്ത് കിട്ടത്തില്ല, ആ ജലാംശമൊക്കെ ഇറങ്ങുമ്പോൾ. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് ഈ വെജിറ്റബിളിലൊക്കെ ഒന്ന് പിടിച്ചിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് മൂടി വയ്ക്കാം. ഇതുവരെ നമ്മളിത് മൂടി വെച്ചില്ലായിരുന്നു, ഇനി മൂടി വയ്ക്കാം. ഇതാ നമ്മളുടെ കറി ഈ പരുവത്തിലായി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ തക്കാളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും ഇളക്കി കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇത് കണ്ടോ, നല്ല ഇതായി, എല്ലാം നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി. ഇനി നമ്മൾ ഇതിലോട്ട് ഇത് കണ്ടോ, നമ്മൾ എല്ലാ നോർത്ത് ഇന്ത്യൻ ഡിഷുകളിലും പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കറികളിലൊക്കെ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് കസൂരി മേത്തി. അതായത് ഉലുവയുടെ ഇല ഉണങ്ങിയതാണ്. അത് ഒരു ശകലം നമ്മൾ ഇതിലോട്ട് കയ്യിലിട്ട് തിരുമ്മി ചേർത്ത് കൊടുക്കുകയാണ്, പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അത് വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെയുള്ള കറികൾക്ക് അത് ചേർക്കുന്നത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മളത് കയ്യിലിട്ട് തിരുമ്മി ചേർത്ത് കൊടുക്കുകയാണ്. ഇതാണ് പൊടി കേട്ടോ. അധികം വേണ്ട. ഇനി ഇതെല്ലാം കൂടി കൂട്ടി ഇളക്കി. ഇത്രയേ ഉള്ളൂ, തീർന്നു. നമ്മുടെ ഈ കറിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ എത്തി. ഇനി ചപ്പാത്തി ഉണ്ടാക്കുക, അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കുക. ഇത് മാത്രമാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഇതാ നമ്മുടെ ചപ്പാത്തി കറിയും ചപ്പാത്തിയും. ഇത്
ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇത് കണ്ടോ, നല്ല ചപ്പാത്തിക്ക് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.